കുറച്ച് ശല്യപ്പെടുത്തല്ലേ? എത്തണ്ട ഹണിമൂൺ വല്ലതും പ്ലാൻ ചെയ്യാൻ വേണം. നിനക്ക് 24 മണിക്കൂർ ഈ ഒരു ചിന്തയുള്ളോ? ഒരു ലോഡ് വർക്ക് പെൻഡിങ് ഉണ്ട്, മിണ്ടി പോരുത്. അത്രേ ഉള്ള. ഞാൻ വെച്ച് വല്ല തല പോണ കേസ് വരും. ഓണാവുന്നില്ലല്ലോ. അതെ, രണ്ടുപേരോട് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഇതെന്തേത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്ത ഫയലുകളാണ്. ഇതിപ്പോൾ എന്തെങ്കിലും എടുത്തോണ്ട് വന്നേ? ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്യണമെന്ന് സാറ് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ചെയ്തോളൂ, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നീ പോടി, ഇവിടെ ഒരുപാട് പണിയുണ്ട്, നീ ചുമ്മാ. അങ്ങനെ വന്നാൽ പറ്റത്തില്ല, ഇതൊക്കെ തീർത്തു കൊടുക്കാനുള്ളതാ പെട്ടെന്ന്. നിന്റെ അടുത്ത് എപ്പോഴാ ചെയ്യാൻ പറഞ്ഞേ? കഴിഞ്ഞ മാസം. എന്നിട്ട് ഇപ്പോഴല്ലേ സമയം കിട്ടിയത്? നന്നായി, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അങ്ങോട്ട് മാറിയിരിക്കേ. എനിക്ക് ഹെൽപ്പ് വേണമെന്ന്. എന്റെ പക്കം ചെന്ന് എനിക്ക് പോ. ഇവരുടെ തലയ്ക്ക് അടിച്ചു വെച്ച് തരും. നിങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇരിക്കുമല്ലേ? ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ രണ്ടുപേരുടെ സഹായിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ തീർക്കാം. അപ്പം ഒരാളാണെങ്കിലോ അതിനും കുറേ ആയിരിക്കുമല്ലോ. എഴുന്നേറ്റ് പോയിക്കോ, അവിടെ കാണാം നിൽക്കുന്നു. പൊടി വേണ്ട, എന്നെ സഹായിക്കാനേ എൻ്റെ ആശിക്ക് മോനുണ്ട്. ആശിക്ക് ഇവിടെ ഒരു മോനും ഇല്ല. നിനക്ക് പണിയുന്നത് നീ ചെയ്യണം. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണടാ? എല്ലാം കൂടി ഇവിടെ ഇട്ട് കത്തിരി, എന്നിട്ട് നീ അതിന്റെ പുറത്ത് കയറുന്ന ഡാൻസ് കളി. അപ്പൊ നീ എന്നെ സഹായിക്കത്തില്ല? ഇല്ല. ശരണ്യ, എന്റെ പൊന്നു ജിൻസി, നീ ഇങ്ങോട്ടൊന്ന് വന്നേക്കല്ലേ, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. അയ്യോ, സ്നേഹം ആവശ്യത്തിനുണ്ട്, സമയമാണ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ ജെസ്സി, നിങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യണ കാണുകയാണെങ്കിൽ അമിസാറ കണ്ട നല്ല പണിയാവും. അത് ശരിയാണ്. അങ്ങേര് കണ്ടു കഴിഞ്ഞാൽ അണ്ണനെ പറഞ്ഞ എങ്ങോട്ടെങ്കിലും വിടും. അങ്ങനെ സ്വഭാവം അറിയാലോ. നീ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, പണി ഒരുപാടുണ്ടോ. അവൻ എങ്ങനെ ഇങ്ങോട്ട് വരുത്താതിരിക്കണം. അങ്ങനെ ക്യാബിനകത്ത് പൂട്ടിയെടുക്കാം. അല്ലണ്ണ, അത് ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണ്? ഓ, അത് നീ തിരിയാക്കടേ. ആടാ എടാ, ഞാനൊരു 10 മിനിറ്റ് ആകുമ്പോൾ എത്താം. ഒരു കാര്യം ചെയ്യാം, ടോമിനെ കൂടെ കൊണ്ടുവരാം. പുള്ളിക്കാകുമ്പോഴേ ഇങ്ങനത്തെ കേസൊക്കെ ഡീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെടാ, ശരി. സാറിന് പോണു? എന്ത്? അത് ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിന് ഒരു ഫ്ലാറ്റ് നോക്കണം. ആ ടോമിനെ കൂടെ വിളിക്കും. ഫ്ലാറ്റ് എന്തിനാ സാർ? ഫ്ലാറ്റ് എന്തിനാണ് സാധാരണ, താമസിക്കാനില്ലേ? ഒരു തമാശ തൊട്ടപ്പുറത്തേക്കും വീണ എന്താ എനിക്ക്? അല്ല അല്ല, ഈ ചെറിയ ഫ്ലാറ്റിന്റെ കേസിനൊക്കെ സാർ ഒറ്റയ്ക്ക് പോയിട്ട് ആവശ്യമുണ്ടോ? അതും ടോമണനെ കൂട്ടി. പിന്നെ ഫ്ലാറ്റ് ഇങ്ങോട്ട് വരുമോ? സാറേ, ഈ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. ആർക്കായിരുന്നു ഫ്ലാറ്റ്? പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിന്. ഫ്രണ്ട് മാത്രമേ ഇല്ല, ഫാമിലി ഉണ്ട്. ഒയ്യോ സാറേ, ഈ ഫ്ലാറ്റിലെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും താമസിക്കുന്നത്. അവിടെ സാറിനെ പോലുള്ളവന്മാരും കൊള്ളരുതാത്തവന്മാരൊക്കെ കാണും. പിന്നെ എന്തെങ്കിലും ഒരു ഫാമിലി പ്രശ്നം നടന്നാൽ ഫ്ലാറ്റിൽ നല്ല ആൾക്കാർ ചാവണത്. ഇതൊക്കെ റീസണാടാ സാറേ. വല്ല വാടക വീട് നോക്കിയാൽ പോരെ? നിന്റെ പരിചയത്തിൽ വാടക വീട് വല്ലതും ഉണ്ടോ? എൻ്റെ പരിചയത്തിൽ എത്ര വാടക വീടുണ്ടെന്ന് അറിയാമോ സാറേ? ആണോ? എന്നാ പിന്നെ നീ പറഞ്ഞ നമുക്ക് പോയി കാണാം. ഇപ്പം തന്നെ ഇപ്പം പോകാൻ പറ്റില്ല സാറേ. അവിടെ ഇപ്പോൾ ഒരു ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ പക്ഷേ ഉടനെ തന്നെ ഒഴിഞ്ഞു പോകും. ആണോ? അതിനുശേഷം നമുക്ക് അവിടെ സെറ്റായി തരാം. ഈ കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ അവിടെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ടോമിനെ വിളിച്ചോ? നമുക്ക് അങ്ങനെയാണ് സംസാരിക്കാൻ പറ്റില്ല സാറേ. അവർ ജോലിക്ക് പോയിരിക്കില്ലേ? ജോലിക്ക് പോയിട്ട് വരുമല്ലോ. വരും. സൈറ്റിൽ നിന്ന് സൈറ്റുകളിൽ പൊക്കോണ്ടിരിക്കുകയായിരിക്കില്ലേ സാറേ? സൈറ്റ്? പിന്നെ ബംഗാളിയൊക്കെ പണിക്ക് പോകണ്ടേ? ബംഗാളിയിൽ താമസിക്കുന്ന വീടാണോ ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി നീ പറഞ്ഞു? അവരെന്ത് മനുഷ്യരല്ലേ?